ഹലോ എവരി വൺ, വെൽക്കം ടു ദ വുമൺ ഓഫ് ഓണർ സീരീസ്. ഇന്ന് ന്യൂ ഇയർ കഴിഞ്ഞ് ഇന്ന് രണ്ടാമത്തെ ദിവസം. എല്ലാവരും തിരക്കൊക്കെ കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ശുഭദിനം ആശംസിക്കുന്നു. ഇന്ന് നമുക്ക് ചെറുതായിട്ട് ഒരു ചിന്തയിലേക്ക് പോകാം. ബിബ്ലിക്കലായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഹോശേയ പ്രവാചകൻ്റെ പുസ്തകം 14-ാം അധ്യായം 3-4 വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ അതിൽ 3-ാം വാക്യത്തിൻ്റെ അവസാനം ഇങ്ങനെ പറയുന്നത്, അനാഥന തിരുസന്നിധിയിൽ കരുണ ലഭിക്കുന്നുവല്ലോ എന്ന് പറയുവീൻ. ഈ ലോകത്തുള്ള അനാഥരെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അവർക്ക് കരുണ ലഭിക്കണമെങ്കിൽ വളരെ കഷ്ടമാണെന്നുള്ള ഇന്നത്തെ ഒരു ചുറ്റുപാടിൽ കരുണയുള്ളവർ എത്ര പേരുണ്ടെന്ന് നമുക്കറിയില്ല. കർത്താവ് പറയുന്നത് കരുണയുള്ളവർ അവർ ഭാഗ്യവാന്മാരാണെന്നാണ്, അവർക്ക് കരുണ ലഭിക്കുമെന്നാണല്ലോ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ 4-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. എൻ്റെ കോപം അവനെ വിട്ടുമാറിയിരിക്കിയാൽ ഞാൻ അവരെ ഔദാര്യമായി സ്നേഹിക്കുമെന്ന്. അതായത് കർത്താവ് ഇസ്രായേലിനെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ ഇസ്രായേലിൻ്റെ ഒരു പുതിയ ജീവിതം, അതായത് ന്യൂ ലൈഫ്, അതായത് അവർക്കൊരു റെസ്റ്റോറേഷന്, അതിനെക്കുറിച്ചാണ് ഹോശേയ പ്രവാചകൻ മുഖാന്തരം ദൈവം ഇവിടെ അവർക്ക് പ്രോമിസ് ചെയ്യുന്ന കാര്യങ്ങൾ. 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ അതിൽ പല കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത്. ഒന്നാമതായി അവൻ റെസ്റ്റോറേഷനെ കുറിച്ച് പറയുമ്പോൾ ഈ പാസേജിൽ വേറെ ചില തീംസ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് കാണാം. ഒന്നാമതായി റിപ്പൻറ്റൻസ്. ദൈവം ഇസ്രായേലിനോട് അവങ്കിലേക്ക് തിരികെ വരുവാനും മാനസാന്തരപ്പെടുവാനും അവരുടെ പ്രത്യാശ ദൈവത്തിൽ അർപ്പിക്കുവാനും ആഹ്വാനം ചെയ്യുന്നു. ഇന്നിത് നമ്മളോടും പറയുന്ന കാര്യം തന്നെയാണ്. കർത്താവ് പറഞ്ഞിരിക്കുന്നത് മാനസാന്തരപ്പെടുവാനാണ്. അപ്പോൾ നമ്മൾ ഈ 24-ാം വർഷം വരെയും ജീവിച്ച പോലെയല്ല, ഈ 25-ാം വർഷത്തിൽ 2025-ാം വർഷത്തിൽ നമ്മൾക്ക് ഒരു പുതുക്കം ആവശ്യമാണ്. നമ്മൾ എവിടെയൊക്കെ തെറ്റിപ്പോയിട്ടുണ്ടോ, അവിടുന്ന് അതുപോലെ ദൈവത്തെ മറന്നു പോയിട്ടുണ്ടോ, അതൊക്കെ നമ്മൾ മനസ്സിൽ ആലോചിച്ച് റിപ്പൻറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. റിപ്പൻറ്റ് ചെയ്ത് അവങ്കിലേക്ക് മടങ്ങി വരേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രത്യാശ ദൈവത്തിൽ അർപ്പിക്കണം. ഈ ലോകത്തിൽ ഉള്ള കാര്യങ്ങളിൽ നമ്മൾ പ്രത്യാശ വെച്ചുകൊണ്ട്, അല്ല മനുഷ്യനിൽ പ്രത്യാശ വെച്ചുകൊണ്ട് നമുക്ക് ഒന്നും തന്നെ നേടുവാൻ സാധിക്കില്ല. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവന് എല്ലാം തക്ക സമയത്ത് നമുക്കായി നൽകുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ കർത്താവ് പറയുന്നുണ്ടല്ലോ, അവനെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് ഇസ്രായേൽ ജനങ്ങൾ അന്ന് സിറിയയുടെ അവരുടെ ദൈവമായിരുന്ന അവരുടെ ഐഡൽസിലും വിഗ്രഹങ്ങളിലും അവരുടെ കുതിരകളിലും അവരുടെ ശക്തിയിലൊക്കെ ആശ്രയിച്ച് അവർ വഴിതെറ്റിപ്പോയതിനെ ഞാൻ ഓർക്കില്ല, എന്നത് മറന്നു കളഞ്ഞിട്ട് അവരുടെ ആ തെറ്റിനെ ഓർക്കാതെ ഞാൻ അവരെ സ്നേഹിക്കുമെന്നാണ് കർത്താവ്. ഔദാര്യമായി സ്നേഹിക്കുമെന്ന് പറയുന്നത് ദൈവം പറയുന്നത്. അവരെ അവർ ചെയ്തു പോയ ആ തെറ്റിനെ മറന്നു കളയുമെന്നും പറയുന്നു. അപ്പോൾ നമുക്കറിയാം നമ്മൾ എന്തൊക്കെ മനസ്സുകൊണ്ടും നമ്മുടെ പ്രവൃത്തി കൊണ്ടും നമ്മുടെ ചിന്ത കൊണ്ടൊക്കെ നമ്മൾ പാപം ചെയ്തിട്ടുണ്ടെന്ന്. കർത്താവിനെ മറന്ന് എത്രയോ അവസരങ്ങളിൽ നമ്മൾ ജീവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വേറെ കാര്യങ്ങളിലൊക്കെ നമ്മളുടെ കഴിവിലും നമ്മളുടെ പ്രശസ്തിയിലും അതുപോലെ നമ്മുടെ പണത്തിലൊക്കെയും വളരെയധികം നമ്മൾ ആശ്രയിച്ച് എന്നെക്കൊണ്ട് സാധിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു ജീവിതമൊക്കെ നയിച്ചിട്ടുണ്ടാവാം. നയിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ചെയ്തു പോയിരിക്കുന്ന കുറ്റങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ മാനസാന്തരപ്പെടുമ്പോൾ അവൻ നമ്മളെ ഔദാര്യമായി സ്നേഹിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രത്യാശ അർപ്പിക്കണമെന്ന് പറഞ്ഞുവല്ലോ. അതുപോലെ തന്നെയാണ് ദൈവം ഇനി നമ്മുടെ കോപം, നമ്മൾ ചെയ്തു പോയ കാര്യങ്ങൾ, അവനെ കോപിപ്പിച്ച കാര്യങ്ങളൊന്നും അവനിനി ഓർക്കയില്ലെന്നും പ്രത്യേകം പറയുന്നുണ്ടെന്നുള്ളതാണ്. പറഞ്ഞാൽ അവനെ ഓർക്കത്തില്ലെന്നുള്ളതും അവൻ നമ്മളോട് കോപിക്കത്തില്ലെന്നുള്ളതും അവൻ്റെ വലിയൊരു വാഗ്ദാനമാണെന്നുള്ളതാണ്. നമ്മൾ അവൻ്റെ മക്കളായി ജീവിച്ചു കഴിഞ്ഞാൽ ദൈവം ഒരിക്കലും നമ്മളോട് കോപിക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മുടെ മക്കളാണെങ്കിലും നമ്മളെ ദേഷ്യപ്പെടുത്തുന്ന, അല്ല നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴല്ലേ നമുക്ക് കോപം വരുന്നവരോട്. അവരെ നമ്മളെപ്പോൾ ചെറുതായിട്ട് ശിക്ഷിക്കും. അതേപോലെയാണ് ദൈവം നമ്മളെ നോക്കി കാണുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്.
അതുപോലെ തന്നെ മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ വിസ്ഡം, അതായത് ജ്ഞാനം. ഈ ജ്ഞാനമുള്ളവരാണ് ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് മനസ്സിലാക്കുന്നതെന്ന് കർത്താവ് പറയുന്നു. അവൻ പ്രത്യേകം ആ അധ്യായത്തിൽ പറയുന്നുണ്ട്, അവൻ്റെ കരുണയുടെ ആധിക്യം, മനുഷ്യരോടുള്ള അവൻ്റെ സ്നേഹം, മനുഷ്യൻ്റെ മാനസാന്തരത്തെക്കുറിച്ചുള്ള അവൻ്റെ ആ ഒരു ആഗ്രഹം, ദൈവത്തിൻ്റെ മനസ്സിലുള്ള ആഗ്രഹം, അതൊക്കെയും മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് വിസ്ഡം ഉണ്ടായിരിക്കുക. ആ വിസ്ഡം ഉള്ളവർക്കേ കർത്താവിൻ്റെ കരുണയെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് മനസ്സിലാക്കി തരുവാനായിട്ടുള്ള കൃപ ദൈവം നമുക്ക് തരുമെന്നുള്ളതാണ്. ഇങ്ങനെ ദൈവത്തിൻ്റെ വഴികൾ ശരിയാണെന്നും അവൻ്റെ ശിക്ഷാവിധികൾ നമ്മളെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാനുള്ള ഒരു ക്ഷണമാണെന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ജ്ഞാനമുള്ളവരായി, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നത് നമ്മൾ സദൃശവാക്യത്തിൽ വായിക്കുന്നുണ്ടല്ലോ. നമ്മൾക്ക് ദൈവത്തോടുള്ള ഭക്തി ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് ജ്ഞാനം ലഭിക്കുന്നത്. ആ ജ്ഞാനത്തിൽ കൂടെ നമുക്കത് ദൈവത്തിൻ്റെ കരുണയും അവൻ്റെ മനുഷ്യനോടുള്ള സ്നേഹവും നമ്മുടെ മാനസാന്തരത്തെക്കുറിച്ചുള്ള അവൻ്റെ ആഗ്രഹമൊക്കെയും മനസ്സിലാക്കുവാണെങ്കിൽ നമുക്ക് ജ്ഞാനം ആവശ്യമാണ്. അതുപോലെ തന്നെയാണ് ജ്ഞാനത്തിൻ്റെ ഓപ്പോസിറ്റാണല്ലോ മൂടൻ എന്നുള്ള, ബുദ്ധിയുള്ളവരുടെ ഓപ്പോസിറ്റാണ് മൂടന്മാർ. അപ്പോൾ അങ്ങനെയുള്ളവർ നശിച്ചു പോകുമെന്നാണ് കർത്താവ് പറയുന്നത്. അതായത് ഒരു പുതിയ ദിവസത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു പുതിയ ആണ്ടിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മൾ അന്നത്തെ ദിവസം നമ്മളെ തന്നെ ഏറ്റവും നന്നായി ദൈവസന്നിധിയിൽ അവന് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാൻ വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുക. അതുപോലെ തന്നെ വൈകുന്നേരം നമ്മൾ ചെയ്തു പോയ കുറ്റങ്ങൾ ഏറ്റുപറയുക. ചെയ്തു പോയി ദൈവം തന്ന സകല നന്മകൾക്കായും നമുക്ക് അവനെ നന്ദി പറഞ്ഞ് അവനെ സ്തുതിച്ച് ആരാധിച്ച് നമ്മളുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാം. എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ എല്ലാ സ്നേഹിതർക്കും, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരു നല്ല ദിവസം ദൈവം തരട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം എല്ലാവർക്കും ഒരു മാനസാന്തരം ഉണ്ടാകുവാനും കർത്താവിൻ്റെ കരുണയെക്കുറിച്ചും അവൻ്റെ വാഗ്ദത്തങ്ങളെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ദൈവം തരട്ടെ എന്നും ആശംസിക്കുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ബായ്.